കരാർ പ്രകാരം സേവനം നൽകി അക്കൗണ്ടിലൂടെ പണം വാങ്ങിയ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതിനോട് പൊതുവേ നിയമപരമായി നേരിടാനുള്ള തീരുമാനം കൈക്കൊണ്ടതിൻ്റെ ഭാഗമായി പ്രതികരിച്ചിട്ടില്ല. കാരണം നിയമപരമായി നേരിടുന്ന ഒരു വിഷയത്തിൽ കയറി ഓരോ കാര്യങ്ങളിലും ഓരോ വരുന്ന വാർത്തകളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല. അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയ പണം സേവനം നൽകിയെന്ന് നൽകിയവരും പറഞ്ഞു, സേവനം കൊടുത്തവരും പറഞ്ഞൊരു വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം റെയ്ഡുകൾ നടന്നു. ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിലൊന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. ആ റെയ്ഡിൻ്റെ സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റെയ്ഡിൻ്റെ സമയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ഉള്ളോട്ട് കൊണ്ടുപോയപ്പോൾ അതാ നോട്ടുകൾ പിടിച്ചു കിട്ടി, നോട്ടെണ്ണുന്ന മെഷീനാണത് എന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ഒരു നിയമവിരുദ്ധമായ ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലൈക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനം. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പിന്നീട് നടന്നു. ഒരുപാട് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചിരിക്കുക. നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഓരോ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാനിപ്പോൾ ഇവിടെ മറുപടി പറയില്ല, നിയമപരമായി തന്നെ മറുപടി പറയും. ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോളേജ് കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തിരിക്കുക. നിയമപരമായും മാന്യമായിട്ടാണ്. അവരെ പറ്റി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയും. കോഴിക്കോട് ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവരൊക്കെ. എല്ലാ വിഭാഗം ആളുകളുമായിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ട്. അത് പഠനകാലത്തെ ബന്ധമുണ്ട്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധമുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും പാർലമെന്ററി സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ അതിന് ശേഷമുണ്ടായ ബന്ധമല്ല. ഞാൻ MLA ആവുന്നതിന് മുമ്പും ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അതിന് ശേഷമൊക്കെ ഉള്ള ബന്ധങ്ങളാണ്. അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. അപ്പോൾ അത് എത്രയോ കാലമായിട്ടുള്ളതാണ്. അവരൊക്കെ അറിയുന്നവരാണ് കോഴിക്കോട്. അവരൊക്കെ മാന്യമായി ബിസിനസ് ചെയ്യുന്നവർ, നിയമപരമായി ബിസിനസ് ചെയ്യുന്നവർ. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തും. EDയെക്കുറിച്ച് അതിനെ ഉപയോഗിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പല നിലയിലും കാര്യങ്ങൾ പറഞ്ഞാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ ബന്ധങ്ങളുള്ള പല മേഖലയിലുള്ള ആളുകളുണ്ട്. തൊഴിലാളികളുണ്ട്, മറ്റു മേഖലകളിലുള്ളവരുണ്ട്, വ്യവസായികളുണ്ട്, ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്. പലരായിട്ട് ബന്ധമുണ്ട്, ഇനിയും ബന്ധമുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ED കയറിയ വീട്ടിലെ ആളുകളുടെ ബന്ധം അതോട് ഇന്നോടുകൂടി അവസാനിക്കുന്നില്ല. അത് ജീവിതകാലം മുഴുവനുള്ള ബന്ധങ്ങളാണ്. അതുപോലെ പല ബന്ധങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് പൊതുവേ നമുക്കറിയുന്ന കാര്യമാണ്.
ഇവിടെ ED കേരളത്തിൽ പൊതുവെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഏത് കേസിനെ പ്രസ് ചെയ്യുന്നുണ്ട്, ഏത് കേസിനെ എടുക്കുന്നുണ്ട് എന്ന് പ്രസ് ചെയ്യാതെ പോകുന്നുള്ളതൊക്കെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ഗോവിന്ദൻ മാഷും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില MLA-മാർ കൈപ്പത്തിയിലും മറ്റുമൊക്കെ ജയിച്ചിട്ട് ED-നെ പേടിച്ച് BJP ആയവർ. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അതിനെ എന്തെങ്കിലും കാണിച്ച് ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസംബന്ധങ്ങൾ വാർത്തകളൊക്കെ വരുന്നു. ഞാൻ അതിന് നിയമപരമായി നേരിടുന്നതുകൊണ്ട് മറുപടി പറയേണ്ടതില്ല എന്നാണ് പൊതുവേ ഞാൻ നിയമവിദഗ്ധരുമായിട്ടും കൂടി ആലോചിച്ചപ്പോൾ, കാരണം അത് പറയേണ്ട ഘട്ടങ്ങളിൽ പറയാം, ആലോചിച്ചപ്പോൾ പൊതുവേ എനിക്ക് തോന്നുന്നു. എന്തായാലും രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം വിഷയങ്ങളെ കാണും എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാനാകുന്നത്. കൂടി അവരുടെ ഫണ്ട് വിനിയോഗം ഒക്കെ പരിശോധിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നേരത്തെ കിട്ടിയ തുക കൈമാറി എന്ന മൊഴിയടക്കമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ ഓരോ വാർത്തക്കും ഞാൻ മറുപടി പറയാനില്ല. ഏത് അന്വേഷണം നടക്കട്ടെ, എന്ത് കാര്യം വേണം നടത്തട്ടെ, ഏത് നിലയിലുള്ള അന്വേഷണം നടത്തട്ടെ. നിങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്, 1, 2, 3, 4, 5. ഞാൻ അതിന് ഓരോന്നിനെയും പർട്ടിക്കുലർ കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. ഏത് അന്വേഷണം വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ, ഏത് അന്വേഷണം വേണം നടക്കട്ടെ. എക്സാലോജിക്ക് കൃത്യമായി നൽകിയ സേവനത്തിന് ലഭിച്ച തുക പണം അത്ര തന്നെയാണല്ലേ? കൃത്യമായി നൽകിയ സേവനമാണ്. തീർച്ചയായിട്ടും സേവനം നൽകി എന്ന് ബന്ധപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, നൽകിയവരും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിലൂടെയാണ് പണം വാങ്ങിയത്, ടാക്സ് അടച്ചിട്ടുണ്ട്. അല്ല, അതായിക്കോട്ടെ, നമുക്ക് നിയമപരമായിട്ട് ഇപ്പോൾ ഉള്ള വിഷയമാണല്ലോ, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും. അത് ഇപ്പോൾ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്, പെട്ടെന്നാണത് ഒരു വാർത്തയായി വന്നിട്ടുള്ളത്. ഒരു പുതിയ സംഭവം കിട്ടിയതുപോലെ. എൻ്റെ നോമിനേഷൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ ഭരണസ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. അതല്ലാതെ ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുക, അവർ നല്ല ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്താണ്. അവരുടെ പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. അങ്ങനെയുള്ള ഒരാളുകൾ ഇതുപോലെ കൺസൾട്ടൻസിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫീസ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ മറ്റേ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അവരൊരു ഇൻഡിവിജ്വലാണ്, ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്, നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം എന്ന്. അതിനെല്ലാ പ്രോത്സാഹനവും നൽകും. പക്ഷേ അത് വ്യക്തിപരമായ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശേഷിയും കഴിവും ഒക്കെ അവർക്കുണ്ട്. അവരാ നിലയിൽ ചെയ്യും. അത് അവർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. ഓക്കെ, അല്ല, അത് ഇതിനകത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പ്രവർത്തനം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലായി. എന്തായാലും അതൊരു ഒളിച്ചു വെച്ച കമ്പനിയാണെന്നൊരു പല പ്രചരണമുണ്ട്. ഒരു ഒളിച്ചു വെച്ചല്ല, നോമിനേഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥാപനം തുടങ്ങി അത് വിജയകരമായി പോകുന്നുണ്ടെങ്കിൽ അത് തുടരാനും, ഇനി അത് വിജയകരമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനൊക്കെ ഉള്ള അവകാശം തീർച്ചയായിട്ടും സ്ഥാപനം നടത്തുന്നവർക്കുണ്ട്. ഇനി വിജയകരമായി പോകുന്നതും വേണോ വേണ്ടയോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പോകണോ എന്നൊക്കെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിന് തീർച്ചയായിട്ടും തീരുമാനം. അല്ല, അത് ഏത് പരിശോധന നടത്തി അതൊക്കെ വളരെ കൃത്യമാണ്. അതൊക്കെ എല്ലാം നിയമപരമായിട്ടാണ്. അത് എല്ലാ നിലയിലും പരിശോധിക്കാം.
അല്ല, അതിന്റെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, അതിന്റെ ഓരോ വശത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പൊ എന്തായാലും അന്വേഷണം ഉണ്ടല്ലോ, എല്ലാ നിലയിലും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് പരിശോധിച്ചോട്ടെ. ഞാനത് വളരെ കൃത്യമായി നോമിനേഷനിൽ എഴുതിയതാണ്. എല്ലാ പരിശോധനയും നടത്തി. ഞാൻ അതിന്റെ ഓരോ 1, 2, 3, 4, 5 മറുപടി പറയുന്നു. എല്ലാം നിയമപരമായി ചാലഞ്ച് ചെയ്തിട്ട് നിയമപരമായി നേരിടും. നിയമപരമായി വിഷയങ്ങളെ നേരിടും. ഞാൻ ഇതിന്റെ ഭാഗമായി ഓരോ കാര്യത്തിനെയും പറയുന്നില്ല, നിയമപരമായി വിഷയങ്ങൾ നേരിടും. താങ്കൾ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ വഴിവിട്ട തീർക്കുന്നു പറഞ്ഞാണ് താങ്കളുടെ സുഹൃത്തുക്കളെ അതൊക്കെ പരിശോധിച്ചോട്ടെ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആർക്കും അവിടെ പേടി? എന്ത് വേണം അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സുഹൃത്താണ്, കുടുംബ സുഹൃത്താണ്. അവരൊക്കെ ഒരു നല്ല ബന്ധമാണ്, നല്ല നിലയിലാണ് അവരേറ്റവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞു വിടാൻ വിട്ടിട്ടുണ്ടോ പറഞ്ഞേക്ക്. അത് കൃത്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് അന്വേഷിച്ച് ഇ ഡി എന്ന് പുറത്തു വരുന്നത് ഇ ഡിയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. ഏത് നിലയിൽ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഒരു നിയമപരമായി നേരിടാൻ തീരുമാനിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. നിയമപരം ഏത് അന്വേഷണമാണ് നടക്കുന്നത്, ഒന്നും ഭയക്കാനില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇ ഡിയെക്കുറിച്ച് പൊതുവേ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് പറയാനും ഒക്കെ മടിയുണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ഇ ഡി കേസുകളുടെ എണ്ണം, ഇ ഡി കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, ഇ ഡി കേസുകൾ ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട പല ഗൗരവമുള്ള കേസുകൾ അന്വേഷിക്കാത്ത പ്രശ്നം, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും പലർക്കും ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചത്. നിയമപരമായി നേരിടും. മറ്റ് ഈ 1, 2, 3, 4 ചോദ്യത്തിന് ഞാൻ പറയാം. പിന്നെ നിങ്ങളത് അത് ക്ലിയർ ചെയ്തല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, മാന്യമായി നിയമപരമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, അത് മന്ത്രിയായപ്പോഴോ MLA ആയപ്പോഴുള്ള ബന്ധമല്ല, കോളേജ് കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളുള്ളവർ, അവരെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്ത് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതി ഉണ്ടാവുന്നു. അത് നമ്മളെയൊക്കെ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും 1, 2 വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട് എൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഞാൻ തുടരും. ആ പൊളിറ്റിക്സ് തുടരുന്നതിൻ്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇത്തരം കാര്യങ്ങൾ വന്നാലും കൂറുമാറി BJPയിലേക്ക് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന പോലെ പോവില്ല. തല അറക്കുന്നത് വരെ ഈ പാർട്ടിക്കകത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും. അല്ല, ഇന്നലെ അത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ വ്യക്തമാക്കി. നല്ല ഗംഭീര പ്രതിഷേധ പ്രകടനം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് വേണം മാറിക്കോട്ടെ, അതിലൊന്നും പേടിച്ചു വന്ന ആളുകളില്ല. നമ്മൾ എങ്ങോട്ട് വേണം ഫോക്കസ് മാറിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഒന്നും ഭയക്കാനില്ല, ഒരു കാര്യവും ഭയക്കാനില്ല. നിയമപരമായി നേരിടേണ്ട നിയമപരമായി നേരിടും. രാഷ്ട്രീയമായ നിലപാടുകൾ പറഞ്ഞു പോകും. അല്ല, അതിലൊന്നും കാര്യമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നേരത്തെ തന്നെ പറഞ്ഞു, പ്രതിപക്ഷമായിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഷെൽ കമ്പനിയാണ്, അത് എന്ത് സർവീസാണ് കൊടുക്കുന്നത്, അതിപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് നാഷണൽ തന്നെ അങ്ങ് പറഞ്ഞിട്ടുള്ളതാണല്ലോ, അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന്.
അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? അത് നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ബിഗ് ടി വി അതിലൊരു പ്രത്യേക താല്പര്യം എടുത്തു എന്നുള്ളവരെ എനിക്കറിയാം. ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ ബിഗ് ടി വി എടുത്തു, നമ്മുടെ സാനിയ ഉൾപ്പെടെ അതിൽ പ്രത്യേക താല്പര്യം എടുത്ത വിവരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ആ താല്പര്യങ്ങൾ നടക്കട്ടെ. അത് നോമിനേഷനിൽ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോമിനേഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഒരുപാട് ബിസിനസ് മേഖലയിലുള്ള ആളുകളായിട്ട് ബന്ധമുണ്ടാകും. ഈ ചുരുക്കം ആളുകളിലേക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇടി എത്തിയിട്ടുള്ളത്? അല്ല, അത് ഇനിയും വന്നോട്ടെ, എങ്ങനെ വേണം അതൊക്കെ അന്വേഷിച്ചോട്ടെ, ഏത് വേണം അന്വേഷിച്ചോട്ടെ. അല്ല, കൃത്യം പേരുകൾ അതാ ഞാൻ പറഞ്ഞു, അത് എങ്ങനെ വേണം അന്വേഷിച്ചോട്ടെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ അതിൻ്റെ മുകളിൽ എങ്ങനെ വേണം അന്വേഷിച്ചോട്ടെ. നിങ്ങൾ നിർത്തിയെന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല കേട്ടോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോവാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അതൊക്കെ നിങ്ങളൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ഇനി നിങ്ങളിൽ എന്തെങ്കിലും വിവരം ഉണ്ട്, അല്ല നിങ്ങളിൽ എന്തെങ്കിലും വിവരം, നിങ്ങളെ റിപ്പോർട്ടിംഗ് ഒന്ന് ഞാൻ കേട്ടു, സാനിയോൻ്റെ റിപ്പോർട്ടിംഗ് കേട്ടു. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കൂ. അങ്ങനെ കൊടുത്ത് കൈകാര്യം ചെയ്തോ. നമുക്കൊന്നും പേടിക്കാനില്ല, ഒരു കാര്യം പേടിക്കാനില്ല. ഓക്കെ, അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് അവിടുന്ന് ചോദ്യം ഇങ്ങനെ വരുന്നുണ്ടാവില്ല. അത് എങ്ങനെ വേണം അന്വേഷിച്ചോട്ടെ. നോമിനേഷനിൽ എഴുതിയ സാധനമാണ്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, എങ്ങനെ വേണം അന്വേഷിച്ചു. ഓക്കെ.